നമ്മൾ 29th ജനുവരി സെഷൻ 2 അഥവാ ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് 10 മീറ്റർ, സിമ്പിൾ പെൻഡുലം ഉണ്ട്, ലെങ്ത് എത്രയാണ്? 10 മീറ്റർ. സ്ട്രിംഗ് ഈസ് ഇനീഷ്യലി കെപ്റ്റ് ഹൊറിസോണ്ടൽ, ഇനീഷ്യലി അത് ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് റിലീസ്ഡ്, എന്നിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്തു. അപ്പൊ ഇവിടെ യു 0 ആണ്, ഇവിടുത്തെ കൈനറ്റിക് എനർജി 0 ആണ്. 10% ഓഫ് എനർജി ഈസ് ലോസ്റ്റ്, അതിന്റെ 10% എനർജി എന്തായി? ലോസ്റ്റ് ആയി. ലോസ്റ്റ് ടിൽ ദ ബോബ് റീച്ചസ് ദ ലോവർ മോസ്റ്റ് പൊസിഷൻ, അത് ലോവർ മോസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ 10% എനർജി ലോസ് ആയി. Then find the speed of bob at the lower most position, lower most പൊസിഷനിൽ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എത്രയാണ്? അപ്പൊ നമുക്ക് ഇതൊരു റെഫറൻസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടേക്കുള്ള ലെങ്ത് എൽ ആയതുകൊണ്ട് ഇവിടെ MgL എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പക്ഷെ ഇവിടെ കൈനറ്റിക് 0 ആണ്. ഇവിടെ എന്തുണ്ട്? ഇതിനൊരു കൈനറ്റിക് എനർജി ഉള്ളതുകൊണ്ട് വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഹാഫ് mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ഉണ്ടാവും. പക്ഷെ ഇത് ലോവർ മോസ്റ്റ് പൊസിഷനിൽ എത്തിയതുകൊണ്ട് നമുക്ക് അത് റെഫറൻസ് ലൈൻ ആക്കി എടുത്തുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0 ആണ്. ഈ രണ്ടോടത്തെ എനർജി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അതൊരു പ്രശ്നം എന്താണ്? 10% ഓഫ് എനർജി എന്തോ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലോസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെയുള്ള എനർജി എത്രയും നമുക്ക് വരുള്ളൂടാ? ഈ ഹാഫ് mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 10% എനർജി ലോസ് ആയി. അപ്പൊ പിന്നെ 90% ഉണ്ടാവുള്ളൂ എന്തിന്റെ? ടോപ്പിലുള്ള പൊട്ടൻഷ്യൽ എനർജിന്റെ. അപ്പൊ എന്ത് ചെയ്താം? ഹാഫ് mv² ഈക്വൽ ടു 90/100 ഇൻറ്റു mgl എന്ന് എഴുതാം. m ക്യാൻസൽ. v² ഈക്വൽ ടു 0.9 ഇൻറ്റു 2gl. സോ v² ഈക്വൽ ടു 1.8 ഇൻറ്റു g10 ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രിങ്ങും 10 ആണ്. സോ v² ഈക്വൽ ടു 180, v ഈക്വൽ ടു √180. √180 നമുക്ക് √36 ഇൻറ്റു 5 എന്ന് എഴുതാം. √36 6 √5, ദാറ്റ് ഈസ് ദ ആൻസർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം വേവ് ഒപ്റ്റിക്സ് എന്താ പറയുന്നത്? ദ ഇന്റൻസിറ്റി അറ്റ് ഈച്ച് സ്ലിറ്റ് ആർ ഈക്വൽ ഫോർ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ ഈച്ച് സ്ലിറ്റിന്റെയും ഇന്റൻസിറ്റി എന്താണ്? ഈക്വൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മാക്സിമം അറ്റ് സെൻട്രൽ മാക്സിമം. അതിന്റെ മാക്സിമം ഇന്റൻസിറ്റി സെൻട്രൽ മാക്സിമയിലാണ്, അത് Imax ആണ്. ഇഫ് I ഈസ് ദ ഇന്റൻസിറ്റി ഫോർ എ ഫേസ് ഡിഫറൻസ് 7π/2, 7π/2 ഫേസ് ഡിഫറൻസ് ഉള്ള പോയിന്റിലെ ഇന്റൻസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? I എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ I/Imax എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് YDSCയുടെ രണ്ട് സ്ലിറ്റും ഈക്വൽ ഇന്റൻസിറ്റി ആണെങ്കിൽ ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? Imax cos² 5/2 ആയിരിക്കും. 5 7π/2 ആയതുകൊണ്ട് 5/2 എത്ര വരൂടാ? 7π/4 എന്ന് വരും. അപ്പൊ I ഈക്വൽ ടു എന്താവൂടാ? Imax cos² 7π/4 എന്ന് വരും. 7π/4 എന്ന് പറഞ്ഞാൽ അത് π/4 തന്നെ ആയിരിക്കും അല്ലെ? യെസ്. അപ്പൊ എന്ത് വരും? I ഈക്വൽ ടു Imax cos² π/4. cos² π/4 എന്ന് പറഞ്ഞാൽ അതെന്താവും? 1/2 വരും. കാരണം cos π/4 1/√2 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പൊ I/Imax ആണ് നമ്മോട് കാണാൻ പറഞ്ഞത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എന്താണ് ക്വസ്റ്റ്യൻ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കി നിങ്ങൾ. ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാസ് ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഗിവൺ ബൈ, ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഗിവൺ ബൈ 9.6 sin 2π into 30 into 10⁻⁶ minus 1/10x. ഓക്കെ, എന്നിട്ട് എന്താ കാണാൻ പറഞ്ഞേ? മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് B0 കാണാൻ ഇക്വേഷൻ എന്താ? E0 ബൈ ഇത് എവിടെ തന്നെയാണ്? നമുക്ക് C എന്താ കിട്ടുക? വെലോസിറ്റി എന്താ കിട്ടുക? 3 into 10⁻⁷ by 1/10 ω/k. അപ്പൊ അതെന്ത് തന്നെ കിട്ടുക? CN അല്ലേ കിട്ടുക. അപ്പൊ E0/C എടുത്താൽ മതി. E0 എത്ര? 9.6. C എത്ര? 3 into 10⁸. സോ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര നോക്കിയാൽ മതി. നമുക്ക് എത്ര കിട്ടടാ? 3.2 into 10⁻⁸ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ. അടുത്തത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം നമ്മുടെ എന്താണ് പറയാ കെപ്ലേഴ്സിന്റെ ലോ ഓഫ് പീരീഡ്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. എന്താ ക്വസ്റ്റ്യൻ? എ പ്ലാനറ്റ് അറ്റ് ഡിസ്റ്റൻസ് R ഫ്രം ദ സൺ ടേക്സ് 200 days. R ഡിസ്റ്റൻസിലുള്ള പ്ലാനറ്റ് 200 days എടുക്കുന്നുണ്ട് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ടൈം പീരീഡ് ആണ്. ഇപ്പൊ ടൈം പീരീഡ് ഓഫ് പ്ലാനറ്റ് 200 days ആണ്.
വെൻ റേഡിയസ് അല്ല സോറി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. അപ്പൊ ടൈം പീരീഡ് 200 ആയിരിക്കും, റേഡിയസ് 6 ആയിരിക്കും. വാട്ട് വിൽ ബി ദ ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ്? മറ്റൊരു പ്ലാനറ്റിന്റെ ടൈം പീരീഡ് ആണ്, അല്ലെങ്കിൽ ആ പ്ലാനറ്റിന്റെ തന്നെ ടൈം പീരീഡ് ആണ്. അതിന്റെ ഡിസ്റ്റൻസ് എത്ര? r/4 ഫ്രം ദ സൺ ആണ്. അപ്പൊ എന്താ റിലേഷൻ? t² പ്രൊപ്പോർഷണൽ ടു r³. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? t2/t1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r2/r1 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. എന്താ ചെയ്യാ? t2 എത്ര ആണ് കാണേണ്ടത്? ബൈ t1 എത്ര? 200 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r2 എത്രടാ? r2 വിൽ ബി r/4 by r whole cube. This will cancel. അപ്പൊ എന്താവും? t2/200 whole square is equal to 1/4 ന്റെ ക്യൂബ് വരും, ദാറ്റ് ഈസ് 1/64. അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ 8 വരും. അപ്പൊ t2 is equal എത്ര വരും? 200/8. ദാറ്റ് വിൽ ബി ഈക്വൽ 25 ഡേയ്സ്. ഓക്കെ, യെസ്. അടുത്ത് ഇത് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചിലതിൽ നമ്മൾ ചില മെറ്റീരിയൽ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണും, ചില PDF-കളിൽ നമ്മൾ കാണുന്നത് ഇതിന്റെ എന്താണ് പറയുക, ബൂലിയൻ ഓൾജിബ്രയാണ്. ചില PDF-ൽ കാണുന്നതിന്റെ എന്താണ്, ട്രൂത്ത് ടേബിൾ ആണ്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോ നമ്മൾ ഇത് A എടുക്കുകയാണെങ്കിൽ ഇവിടേക്ക് A വരും. ഓക്കെ, അത് A എടുക്കുകയാണെങ്കിൽ ഇവിടേക്ക് A വരും. ഇനി ഇത് എന്ത് വരും? A കോംപ്ലിമെന്റ് വരും. ഇത് B ആണെങ്കിൽ ഇങ്ങോട്ട് B, ഇങ്ങോട്ട് B. അപ്പൊ ഇതെന്താവും? A ഇൻറ്റു B. ഇതെന്താവും? A കോംപ്ലിമെന്റ് ഇൻറ്റു B ആവും. അതേപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്താണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ A ഇൻറ്റു B പ്ലസ് A കോംപ്ലിമെന്റ് ഇൻറ്റു B എന്ന് വരും അല്ലേ? യെസ്. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് B പുറത്തെടുത്താൽ എന്തോ? B ഇൻറ്റു A പ്ലസ് A കോംപ്ലിമെന്റ് വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് A പ്ലസ് A കോംപ്ലിമെന്റ് 1 ആണ്. സോ ആൻസർ വിൽ ബി B എന്നാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ആൻസർ കൊടുത്താലും നമുക്ക് ആൻസർ എന്താ കിട്ടുക? B ആണ് കിട്ടുക. അപ്പൊ നിങ്ങൾ ചോയ്സ് B വരുന്ന ഏതാ നോക്കിയാൽ മതി. നോക്കി നിങ്ങൾ 0 0 0 ശരിയാണ്, കാരണം ആൻസർ B വന്നു റിസൾട്ട്. അപ്പൊ അത് ശരിയാണ്. പക്ഷെ 0 1 നമുക്ക് B ആവണമെങ്കിൽ ഇവിടെ 1 വരണം. അപ്പൊ ഇതല്ലാന്ന് മനസ്സിലായി, ഇതുമല്ലാന്ന് മനസ്സിലായി. 0 1 1 വരണം. അപ്പൊ അതാണ് കറക്റ്റ്, അതാവാം. ഇനി അടുത്തത് 1 0 0 ശരി, B 0 ആയതുകൊണ്ട് ആൻസർ 0 വന്നു. 1 1 B 1 ആയതുകൊണ്ട് ആൻസർ 1 ആയി. അപ്പൊ ഇതായിരിക്കും ആൻസർ. ഇതല്ല, 1 1 ഇവിടെ 1 ആണ് വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 1 0 0 0 കൊടുത്ത് വാല്യൂ നോക്കുക. അങ്ങനെ ഓരോന്ന് കൊടുത്താൽ ചെയ്താൽ കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത് നോക്കടാ, എന്താ ക്വസ്റ്റ്യൻ? എ യൂണിഫോം വയർ ഹാസ് ലെങ്ത് L. ഒരു യൂണിഫോം വയറിന്റെ ലെങ്ത് L ആണ്, റേഡിയസ് R ആണ്. ഇറ്റ് ഈസ് ആക്റ്റഡ് ഓൺ എ ഫോഴ്സ് F ആസ് ഷോൺ. ദെൻ ഇലോങ്ങേഷൻ ഡെൽറ്റ L ആയിരിക്കും. എഫ് ആർ ബോത്ത് ഹാവ് ഫോഴ്സും റേഡിയസും നമ്മൾ എന്ത് ചെയ്തു? പകുതിയാക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ ഇലോങ്ങേഷൻ എന്താവുന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഇതിന്റെ ഇലോങ്ങേഷൻ ഡെൽറ്റ L എന്താ ഇക്വേഷൻ ചെയ്താ? FL/AY അല്ലേ? യെസ്. ഇനി നമുക്ക് പുതിയ ഡെൽറ്റ L ഡാഷ് എഴുതണമെങ്കിൽ ഫോഴ്സ് എന്തായി എന്ന് പറഞ്ഞു? ഹാഫ് ആയി. അപ്പൊ പുതിയ ഫോഴ്സ് F/2 ആയി. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ സോളിഡ്സിന്റെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഫോഴ്സ് F/2. റേഡിയസ് ഹാഫ് ആയാൽ ഏരിയ എത്ര ആവും? 1/4 ആവും അല്ലെ? കാരണം R² ആണ്. ഇപ്പൊ 1/4 ആവും. അപ്പൊ ഡെൽറ്റ L എന്താ ഇവിടെ? F/2 L/A/4 y എന്ന് വരും. അപ്പൊ എന്താ ചെയ്തത്? നമുക്ക് ഇത് ക്യാൻസൽ ചെയ്താൽ ഈ 2 മേലെ കയറുമ്പോൾ എന്താവും? ഡെൽറ്റ L ഡാഷ് ഈക്വൽ ടു 2FL/AY. 2FL/AY. FL/AY എന്താ? ഡെൽറ്റ L ആണ്. സോ ആൻസർ വിൽ ബി എന്ത് വരും? 2 ഡെൽറ്റ L. ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സോളിഡ്സിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. Two forces F1 and F2 are applied on two rods of P and Q of same material. രണ്ടും സെയിം മെറ്റീരിയൽ ആണ്, പിയും ക്യൂവും. രണ്ടിലും നമ്മൾ ഒന്നിൽ F1 എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തു, മറ്റിൽ F2 എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്തു. സച്ച് ദാറ്റ് രണ്ടും സെയിം മെറ്റീരിയൽ ആണ്, രണ്ടിന്റെ y സെയിം ആയിരിക്കും. സച്ച് ദാറ്റ് ഇലോങ്ങേഷൻ ഇൻ ദ റോഡ്സ് ആർ സെയിം. രണ്ട് റോഡിലെയും ഇലോങ്ങേഷൻസ് എന്താണ്? സെയിം ആണ്. അപ്പൊ ഇതിൽ ഡെൽറ്റ L ആണെങ്കിൽ ഇതിലും എന്താണ്? ഡെൽറ്റ L ആണ്. ദെൻ the ratio of radius is x/y. അപ്പൊ R1 to R2 x/y ആണ്. അങ്ങനെയാണെങ്കിൽ A1 to A2 എന്ത് വരും? അല്ലെങ്കിൽ A1/A2 equal to എന്ത് വരും? x/y ഹോൾ സ്ക്വയർ എന്ന് വരും, കാരണം റേഡിയസിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, യെസ്. അടുത്തത് ലെങ്ത്തിന്റെ റേഷ്യോ L1/L2 എന്താ? M/N ആണ്. ലെങ്ത്തിന്റെ റേഷ്യോ എന്താണ്? M/N ആണ്. അങ്ങനെയാണെങ്കിൽ F1 to F2 എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഫോഴ്സ് 1 to ഫോഴ്സ് 2. അപ്പൊ രണ്ടിന്റെയും ഡെൽറ്റ L ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും ഡെൽറ്റ Lന്റെ ഇക്വേഷൻ എടുത്താൽ മതി. ഒന്നാമത്തിന്റെ എന്ത് വരും? F1 L1/A1 y സെയിം ആണ് ഈക്വൽ ടു. രണ്ടാമത്തിന്റെ എന്ത് വരും? F2 L2/A2y. നമുക്ക് y ക്യാൻസൽ ചെയ്യാം. F1/F2 ആണ് നമുക്ക് കാണേണ്ടത്. എന്ത് കിട്ടും?
L2/L1 into A1/A2 എന്ന് വരും. L1/L2 എന്താ? M/N. അപ്പൊ L2/L1 എന്ത് വരും? N/M into A1/A2 x/y whole square. So this will be the answer. Okay, x/y whole square into N/M. Answer is 2. Okay, yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇത് പല രീതിയിലാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ കൈനറ്റിക് എനർജി സെയിം ആണെന്നാണ് ഒരു മെറ്റീരിയലിൽ നമ്മൾ ഒരു PDF കണ്ടത്. മറ്റൊരു PDF വെലോസിറ്റി സെയിം ആണെന്നാണ് കണ്ടത്. ഇപ്പൊ രണ്ട് രീതിയിലാണെങ്കിലും ഞാനൊന്ന് ചെയ്തുതരാം. ഇപ്പൊ ഏതായിരുന്നോ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് അറിയില്ല, നിങ്ങൾ ചെയ്തവർക്ക് അത് അറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? 2 particles A and B have charge Q each while masses M1 and M2. രണ്ട് മാസ് M1 M2 ആണ്. Both have same velocity enter into a transverse magnetic field B such that their radius R1 and R2. Then ratio of M1 and M2 is. അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസ് മാസിന്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞു. ഇവിടെ സെയിം വെലോസിറ്റിയിലാണ് വരാൻ പറഞ്ഞത്. സെയിം വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി വരുന്ന ഇക്വേഷൻ എടുക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൂവിംഗ് ചാർജസിൽ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് എന്താണ്? mv/qb ആണ്. ഇവിടെ Q സെയിം ആണ്, B കാരണം എന്താ? ചാർജ്ഡ് പാർട്ടിക്കിൾസ് Q ആണ് രണ്ടിന്റെയും സെയിം വെലോസിറ്റി ആണ്, സെയിം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ സെയിം ആയി. അപ്പൊ R പ്രൊപ്പോർഷണൽ ടു M ആയി. സോ M1:M2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? R1:R2 ആണ്. വെലോസിറ്റി സെയിം ആണ്. ഇനി കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈനറ്റിക് എനർജി വെച്ചുള്ള ഇക്വേഷൻ എടുക്കണം. നിങ്ങൾ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. Q² B² R²/2m എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ R എന്ത് വരടാ? √2m കൈനറ്റിക് എനർജി ബൈ QB എന്ന് വരും. അപ്പൊ R പ്രൊപ്പോർഷണൽ ടു √m ആയിരിക്കും. എന്താവുമ്പോ കൈനറ്റിക് എനർജി സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടുക? √m. അപ്പോ m പ്രൊപ്പോർഷണൽ ടു എന്താ ഇവിടെ? R² ആവും. സോ M1/M2 R1/R2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഏതാണോ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് ചെയ്യാം. രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഇവിടെ ഉള്ളത് വെലോസിറ്റി സെയിം ആണെന്നാണ്. വെലോസിറ്റി സെയിം ആണെങ്കിൽ R1/R2 ആയിരിക്കും. കൈനറ്റിക് എനർജി സെയിം ആണെന്നാണ് പറയുന്നതെങ്കിൽ R1/R2 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, രണ്ട് രീതിയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ഒരുപാട് തവണ ഫ്ലൂയിഡ്സിൽ ചെയ്താണ്. നമ്മളിവിടെ ഫ്ലൂയിഡ്സ് ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ഈസ് ഡിവൈഡ്സ് ഇൻടു 27 ഐഡന്റിക്കൽ ഡ്രോപ്സ്. ഒരു ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു ലിക്വിഡ് ഡ്രോപ്പ് എന്ത് ചെയ്യാണ്? 27 എന്തായിട്ട് മാറുകയാണ്? ഐഡന്റിക്കൽ ഡ്രോപ്സ് ആയിട്ട് മാറുകയാണ്. ഈച്ച് റേഡിയസ് സ്മോൾ ആർ. സർഫസ് ടെൻഷൻ T ആണെങ്കിൽ വർക്ക് കാണാനാണ് കാണുന്നത്. വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇത് ഡ്രോപ്പ് ആയതുകൊണ്ട് 2 ടൈംസ് വേണ്ട, സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് എടുക്കണം. അപ്പൊ എങ്ങനെയാ ചെയ്യുക? സർഫസ് ടെൻഷൻ ഇൻറ്റു ഫൈനൽ സർഫസ് ഏരിയ എന്ത് വരും? 27 എണ്ണുണ്ട്. അപ്പൊ 27 ഇൻറ്റു 4π സ്മോൾ r² മൈനസ് 4π ക്യാപിറ്റൽ R² എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആറിന്റെ ടേമിക്ക് മാറ്റണം. കാരണം ഇവിടെ ആൻസർ ക്യാപിറ്റൽ ആറിന്റെ ടേമിലാണ്. അപ്പൊ നമുക്ക് എന്താ റിലേഷൻ? രണ്ടിന്റെയും വോളിയം സെയിം ആയിരിക്കണം. ഇതിന്റെ വോളിയം എന്താ വരിക? 4/3π ക്യാപിറ്റൽ R³ is equal to 27 into 4/3π സ്മോൾ r³. 4/3π ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ R ഈക്വൽ എത്ര വരും? 3 സ്മോൾ r എന്ന് വരും. അപ്പൊ അതിവിടെ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. then you will get 8πr² എന്നാണ് കിട്ടുക. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്ക് നിങ്ങൾ. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറന്റ് തന്നിട്ടുണ്ട്. വോൾട്ടേജും തന്നിട്ടുണ്ട്, കറന്റും തന്നിട്ടുണ്ട്. ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ സർക്യൂട്ട്. എന്താ പവർ ഡിസിപ്പേറ്റഡ് കാണാനുള്ള ഇക്വേഷൻ? P ആവറേജ് VRMS IRMS cos phi അല്ലെ? VRMS ഇത് V0 ആണ്, ബൈ റൂട്ട് എടുത്താൽ VRMS കിട്ടും. ഇത് I0 ആണ്, ബൈ റൂട്ട് എടുത്താൽ IRMS കിട്ടും. ഇതാണ് ഫൈ, രണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ π/3 കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി 2.5 ആണ് കിട്ടുക എന്നാണ് തോന്നുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. 100/√2 into 100/√2 into cos π/3. ഓക്കെ അല്ലേ? യെസ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എന്ത്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താ പറയുന്നത്? കൺസിഡർ എ റോഡ് മൂവിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റോഡ് മൂവ് ചെയ്യാണ്. ദ ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ റോഡ് ഈസ്. ഈ റോഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഇപ്പൊ എങ്ങനെ കാണാം? ഓക്കെ, ഇവിടെ എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് 60 മൈക്രോ ടെസ്ലയാണ്. നമ്മളെ റോഡ് നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ V വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയെന്നാണ്? എന്താണ്? റോഡ് മൂവ് ചെയ്യുമ്പോഴുള്ള ഇൻഡ്യൂസ്ഡ് EMF BLV ആണ്. നിങ്ങൾ അത് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, B തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്. ബോത്ത് ആർ പെർപെൻഡിക്കുലർ. അപ്പോ
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു BLV. ഏത് റോഡ് ഏത് ഭാഗം പോസിറ്റീവ് ആകും ഏത് ഭാഗം നെഗറ്റീവ് ആകും നോക്കാൻ നിങ്ങൾക്ക് അതോടെ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ പാം റൂൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലടാ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. എ പാർട്ടിക്കിൾ കണക്റ്റഡ് വിത്ത് എ ലൈറ്റ് ത്രെഡ് ഈസ് പെർഫോമിംഗ് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. സ്പീഡ് അറ്റ് പോയിന്റ് ബി ഈസ് ബിയിലെ സ്പീഡ് ഈസ് സഫിഷ്യന്റ് സോ ദാറ്റ് ഇറ്റ് ഏബിൾ ടു കംപ്ലീറ്റ് സർക്കുലർ മോഷൻ. ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സഫിഷ്യന്റ് ആയിട്ടുള്ള വെലോസിറ്റിയാണ് ബി എന്ന് പറഞ്ഞു. എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. എത്രയാടാ പഠിച്ചിട്ടുണ്ട്? ഇവിടെ √5GL ആയിരിക്കണം, ഇവിടെ എത്ര ആയിരിക്കണം? √GL ആയിരിക്കണം, ഇവിടെ √3GL ആയിരിക്കണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പൊ ജസ്റ്റ് സഫിഷ്യന്റ് ആവാനുള്ള വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ആവാനുള്ള ജസ്റ്റ് സഫിഷ്യന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? താഴെ √5GL ആണ്, മേലെ എത്രയാണ്? √GL ആണ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി നമ്മൾ ചോദിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി അറ്റ് എ ആൻഡ് ബി. അപ്പൊ എന്ത് വരും? കൈനറ്റിക് എനർജി എ ബൈ കൈനറ്റിക് എനർജി ബി. അപ്പൊ എന്ത് വരും? ½ m ഇൻറ്റു ഇതിന്റെ സ്ക്വയർ GL ബൈ ½ m ഇൻറ്റു ഇതിന്റെ സ്ക്വയർ 5GL. സോ ദിസ് വിൽ ക്യാൻസൽ. ആൻസർ വിൽ ബി 1:5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? നമ്മളെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്താ പറയുന്നത്? ഇൻ ഗിവൺ സർക്യൂട്ട് തന്നിട്ടുണ്ട്. An ideal battery is connected with 4 resistance as shown. Find current I as mentioned in the diagram. ഈ ഡയഗ്രാമിൽ ഇവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ള I. ഈ I ആണ് കാണേണ്ടത്. നമ്മൾ ആദ്യം ടോട്ടൽ കറണ്ട് കാണാം. ടോട്ടൽ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. 4ഉം 4ഉം കൂടി പാരലൽ വന്നാൽ ഇത് 2 വരും. ഈ 2ഉം 2ഉം 1ഉം കൂടി 5 ആവും. സോ 2 ആംപിയർ. സോ ഇവിടെ 2 ആംപിയർ വരും. അപ്പൊ ഇതിലൂടെ 2 ആംപിയർ പോകും. ഇവിടെ വെച്ചിട്ട് ഇത് ഈക്വലി സ്പ്ലിറ്റ് ആവും, കാരണം രണ്ട് റെസിസ്റ്റൻസ് എന്താ? ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 1 ആംപിയർ ആണ് വരിക. ആൻസർ വിൽ ബി 1 ആംപിയർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഫ്രം നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എക്സാമിന് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള്. ഇതെങ്ങനെയാടാ കാണുക? പെർസെന്റേജ് എറർ ഇൻ ക്യൂസ് ഈക്വൽ ടു മാക്സിമം ആകുമ്പോൾ 4 ഇൻറ്റു എയിലെ പെർസെന്റേജ് എറർ എത്ര? 3 പ്ലസ് 3 ഇൻറ്റു ബിയിലെ പെർസെന്റേജ് എറർ 4 പ്ലസ് 2 ഇൻറ്റു സിയിലെ പെർസെന്റേജ് എറർ 5. ആൻസർ എത്രയായി? 12 പ്ലസ് 12 പ്ലസ് 10. ചെയ്തു വിട്രാ, ആൻസർ കിട്ടിയില്ലേ? 12 പ്ലസ് 12 പ്ലസ് 10 യു വിൽ ഗെറ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്തത് കൺസിഡർ ദ സർക്യൂട്ട് ഷോൺ. ഒരു സർക്യൂട്ട് ഷോൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? ഈ അമ്മീറ്റർ റീഡ് ചെയ്യുന്നത് 0.5 ആംപിയർ ആണെങ്കിൽ ക്യാപിറ്റൽ ആർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആടാ. നോക്കി, ഇത് 3 എന്ത് കോമ്പിനേഷനാ? പാരലൽ ആണ്. അപ്പൊ 3ൽ ഉണ്ടാകുന്ന എന്ത് സെയിം ആയിരിക്കണം? നമ്മുടെ വോൾട്ടേജ് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എനിക്ക് കിട്ടൂല. എത്ര കിട്ടൂടാ? 0.3ഉം 20 ആയാൽ ഇവിടുത്തെ വോൾട്ടേജ് 6 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജും 6 വോൾട്ട് ആയിരിക്കും, ഇവിടുത്തെ വോൾട്ടേജും 6 വോൾട്ട് ആയിരിക്കും, കാരണം 3ഉം പാരലൽ ആണ്. ഇത് 6 വോൾട്ടും ഇത് 15 ആംപിയറും ആണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്ര വരും? 6/15 വരും. 6/15 അതോ എത്ര വരും? അതാ ആൻസർ. 6/15 എന്ന് പറയുമ്പോൾ 2/5 0.4 ആംപിയർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് എത്ര വന്നു? 0.3 ആംപിയർ. ഇവിടെ 0.4 ആംപിയർ വന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര വരും? 0.2 ആംപിയർ വരും, കാരണം ടോട്ടൽ 0.9 ആണ് ഇവിടെ കിട്ടേണ്ടത്. ഇതിലുള്ള ടോട്ടൽ കറണ്ടും ഈ കറണ്ടും സെയിം ആയിരിക്കണം. അപ്പൊ ഇത് 0.4, ഇത് 0.3. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും 0.2 ആംപിയർ വരും. ഇവിടുത്തെ റെസിസ്റ്റൻസ് 0.2 ആംപിയർ അല്ല, കറണ്ട് 0.2 ആംപിയർ, റെസിസ്റ്റൻസ് വോൾട്ടേജ് 6 വോൾട്ടേജ്. സോ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? അവിടുത്തെ വോൾട്ടേജ് ബൈ അവിടുത്തെ കറണ്ട്. ഇപ്പൊ എത്രയായി? 6/0.2, 60/2. ആൻസർ ഈസ് 30 ohm. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്. ഇതെന്താ ക്വസ്റ്റ്യൻ? സ്റ്റഡി സ്റ്റേറ്റ് എന്നുണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എടുത്താൽ മതി. എന്താ ക്വസ്റ്റ്യൻ? കൺസിഡർ ദ സർക്യൂട്ട് ഷോൺ. സർക്യൂട്ട് തന്നിട്ടുണ്ട്. ചാർജ് ഓൺ 6 മൈക്രോഫാരഡ് വെൻ എ ആൻഡ് ബി ആർ ഷോർട്ടഡ് ഈസ് മൈക്രോകൂളം. മൈക്രോകൂളമിലാണ് ചോദിക്കുന്നത്. എയും ബി എന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ പിന്നെ ഇതിലൂടെ എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല എന്ന് പഠിച്ചു. സ്വാഭാവികമായിട്ട് കറണ്ട് എങ്ങനെ വരിക? ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ പോയി, ഇതിങ്ങനെ പോയി, ഇങ്ങനെയാണ് കറണ്ട് പോവുക, അല്ലടാ? യെസ്. ഇത് 9 വോൾട്ട്, ഇത് 0. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 9 ആണ്. ഇത് 6, ഇത് 3. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എത്ര വരും? 9/9 ഈക്വൽ ടു 1 ആംപിയർ. ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്.
ഓക്കെ അല്ലടാ. ടോട്ടൽ കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ നോക്കി, ഇനി ഇവിടെയാണ് നമ്മൾ എവിടെയുള്ള റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞത്. 6 മൈക്രോ ഫാരഡിലെ ചാർജ് ആണ് കാണാൻ പറഞ്ഞത്. ചാർജ് കാണണമെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് 6 അല്ല, അതിന്റെ കപ്പാസിറ്റൻസ് 6 മൈക്രോ കൂളം ആണ് അല്ലെ, മൈക്രോ ഫാരഡ് ആണ്. സോ എങ്ങനെ നമ്മൾ ചാർജ് കാണുക? വോൾട്ടേജ് ഇൻറ്റു സി വി അല്ലേ, ക്യൂ സീക്വൽ സി വി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സി എത്രയടാ, 6 മൈക്രോ ഫാരഡ്, 6 മൈക്രോ ഇൻറ്റു വി എത്ര വരടാ, നോക്കി ഇവിടെ എത്ര വരും, ഇവിടുത്തെ അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ ഇവിടെയും കിട്ടുക. ഇതെത്ര 6, ഇവിടുത്തെ കറണ്ട് എത്രയെന്ന് കിട്ടി 1 ആംപിയർ. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എത്ര 6 വോൾട്ട്, അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എത്ര 6 വോൾട്ട്. അപ്പൊ 6 ഇൻറ്റു 6 ആൻസർ ഈസ് 36 മൈക്രോ കൂളം. സോ ആൻസർ വിൽ ബി 36. സോ ആൻസർ എന്തിലാ, മൈക്രോ കൂളമിലാണ്. Okay, dash microcoulomb. So answer will be microcoulomb. Yes, okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്വൈസ് മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ഈസ് 15 സെന്റിമീറ്റർ. നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്വൈസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് ഉണ്ട്. ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ വെക്കുന്നത്, ഒരു മിററിന്റെ ഫ്രണ്ടിലാണ്. ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്വൈസ് മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ഈസ് 15 സെന്റിമീറ്റർ. മിററിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വെക്കുന്നത്. അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, 15 സെന്റിമീറ്റർ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്വൈസ് മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ഈസ് 15 സെന്റിമീറ്റർ. അങ്ങനെ എന്താ പറഞ്ഞ എന്താ അർത്ഥം? ഓക്കെ, ട്വൈസ് മാഗ്നിഫൈഡ് ആണ്. അപ്പൊ അതിനർത്ഥം നമ്മൾ ഒബ്ജക്റ്റിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്, 2 ആണ്. അപ്പൊ അതിനർത്ഥം എന്താ, വി ബൈ യു ഈക്വൽ ടു 2 ആണ്. സോ വി ഈക്വൽ എത്ര വരും, 2u എന്ന് വരും അല്ലെ. യെസ്, അപ്പൊ യു എത്രയാണ്, മിറർ ആണ്. യു നിങ്ങൾ എക്സ് എടുത്താൽ വി എത്ര എടുക്കണം, 2x എന്ന് എടുക്കണം. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിർച്വൽ ഇമേജ് of an object in front of mirror is 15 centimeter. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്വൈസ് മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ഈസ് 15 സെന്റിമീറ്റർ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇമേജും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞെന്താ, ഇതാണ് നമ്മുടെ മിറർ എങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ഇമേജ് ഉണ്ട്. ഓക്കെ, ട്വൈസ് മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ആണ്. അപ്പൊ വിർച്വൽ ഇമേജ് എവിടെയാണ്, ബാക്കിലല്ലേ ഉണ്ടാവുക. പി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ഒബ്ജക്റ്റ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇമേജും ഓക്കെ ആൻഡ് ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, മിററിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര, 15 സെന്റിമീറ്റർ. അപ്പൊ ഈ രണ്ടാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എഴുതാം. അപ്പൊ നമുക്ക് എത്ര എടുക്കാം, ഇത് എക്സും ഇത് 2x നമ്മൾ പറഞ്ഞു. കാരണം എന്താ, യു എക്സ് ആണെങ്കിൽ വി 2x. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, 3x ഈക്വൽ ടു 15 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായി, 5 സെന്റിമീറ്റർ ആയി. അപ്പൊ യു എത്ര ആയി, ഇങ്ങോട്ടായതുകൊണ്ട് -5 ആവും. വി എത്ര ആവും, 10 സെന്റിമീറ്റർ ആവും അങ്ങോട്ടായതുകൊണ്ട്. ഇനി 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, എഫ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കേടാ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ചേഞ്ചിങ് വിത്ത് ടൈം ആസ് x ഈക്വൽ ടു എന്താ, 6t ക്യൂബ് മൈനസ് 12t സ്ക്വയർ പ്ലസ് 20t പ്ലസ് 30 ആണ്. ഓക്കെ, ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 6t ക്യൂബ് മൈനസ് 12t സ്ക്വയർ പ്ലസ് 20t പ്ലസ് 30 എന്ന്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ, ഫൈൻഡ് വെലോസിറ്റി ആണ് നമ്മോട് കാണാൻ പറഞ്ഞത്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കാണാൻ പറഞ്ഞു. വെൻ ഇറ്റ്സ് ആക്സിലറേഷൻ ബിക്കം 0, അതിന്റെ എന്ത് 0 ആവുന്ന, ആക്സിലറേഷൻ 0 ആകുന്ന വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ 0 ആവുന്ന ടൈം കാണുക. ആ ടൈം വെലോസിറ്റിയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ സമയത്തെ വെലോസിറ്റി കിട്ടും. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ വെലോസിറ്റി എന്താ വരിക, 18t സ്ക്വയർ അല്ലെ, ഡിഫറൻഷിയേറ്റ് അല്ലേ വരിക, മൈനസ് 24t പ്ലസ് 20. ഇതാണ് വെലോസിറ്റി വരിക. നമുക്ക് ആക്സിലറേഷൻ 0 ആകുന്ന ടൈം കിട്ടണം, എന്നാലല്ലേ നമുക്ക് അവിടുത്തെ വെലോസിറ്റി കിട്ടുള്ളൂ. ആക്സിലറേഷൻ എവിടെ വെച്ചാൽ 0 ആവുക, ഇത് വെലോസിറ്റി എന്താകുന്ന, വെലോസിറ്റി ആക്സിലറേഷൻ 0 ആകുന്ന ടൈമാണ്. അപ്പൊ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്ര വരും, 36t മൈനസ് 24. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ. ഇത് 0 ആകുന്ന സമയത്തെ വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം,
36t minus 24 equal to 0. So എന്ത് വരും 36t is equal to 24. So t is equal to എത്രയായി 24 by 36. So t is equal to 2 by 3 seconds. ടൈം ഈക്വൽ എത്രയാണ് 2 by 3 സെക്കൻഡ് ആണ്. ക്ലിയർ അല്ലടാ? ടൈം 2 by 3 സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഈ സമയത്തെ വെലോസിറ്റിയെ കാണാൻ പറഞ്ഞു. സോ അത് വെലോസിറ്റിന്റെ ഇക്വേഷനിൽ ഇടുക. വെലോസിറ്റി എന്താ 18t square minus 24t plus 20 ഇതല്ലേ വരിക. സോ v is equal to 18 into t square ചെയ്താൽ 4 by 9 minus 24 into t 2 by 3 plus 20. ക്യാൻസൽ ചെയ്താൽ 2 ആവും. ഇത് ക്യാൻസൽ ചെയ്താൽ 8 ആവും. ഇത് എത്ര ആവും 8 minus 16 plus 20. So answer is 12 meter per second. This is the velocity when acceleration is 0. ആക്സിലറേഷൻ 0 ആകുന്ന സമയത്തെ വെലോസിറ്റി ആണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. ഓക്കെ അല്ലടാ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ് 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 ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ റീജിയൻ തന്നിട്ടുണ്ട്. ഒരു റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടടാ? ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഒരു റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത്? വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഹിയർ? 6i plus 7j plus 8k. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 6i plus 7j plus 8k. Then the area 30 unit ആണ് is considered in YZ plane. ഏരിയ 30 യൂണിറ്റ് ആണ്. അത് ഏത് പ്ലെയിനിലാണ് ഉള്ളത്? YZ പ്ലെയിനിലാണ് നമ്മുടെ ഏരിയ ഉള്ളത് അല്ലെ? ഏരിയ 30 യൂണിറ്റ് ആണ്, പക്ഷെ അത് ഏത് പ്ലെയിനിലാണ്? YZ പ്ലെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഫൈ കാണാനുള്ള ഇക്വേഷൻ എന്താ? E ഡോട്ട് എ ആണ്. ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ടൈം ഒന്നും ഇല്ല, അപ്പൊ ചേഞ്ച് ചെയ്യുന്നില്ല. കോൺസ്റ്റന്റ് വാല്യൂ ആകുമ്പോൾ ഈ ഡോട്ട് എടുത്താൽ മതി. ഇനി ഏരിയ വെക്ടർ എന്താണ് കിട്ടുക? YZ പ്ലെയിനിലാണ് നമ്മൾ ഏരിയ എടുക്കുന്നത്. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ അഥവാ അതിന്റെ ഏരിയ വെക്ടർ ഏതിലാ വരിക? എക്സ് ആക്സിസിലാണ് വരിക. അപ്പൊ ഐ ആണ് വരിക. അപ്പൊ ഇത് എത്ര വരും? 30i ക്യാപ്പ് എന്ന് വരും. കാരണം എന്താ? YZ പ്ലെയിനിലാണ് ഏരിയ എടുക്കുന്നതെങ്കിൽ നമ്മളെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അത് ഏത് ആക്സിസിലാണ് വരിക? എക്സ് ആക്സിസിലാണ് വരിക. സോ ഏരിയ വെക്ടർ വിൽ ബി 30i എന്ന് വരും. സോ ഫ്ലക്സ് വിൽ ബി ഈക്വൽ എത്ര വരും? 6 into 30 180 എന്ന ആൻസർ വരും. മാറ്റുള്ള ഒന്നും വേണ്ട, കാരണം ഡോട്ട് ചെയ്യുമ്പോൾ ഒരേ വാല്യൂസ് മാത്രം ഡോട്ട് ചെയ്താൽ മതി. ഇവിടെ ജെയും കെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഡോട്ട് ചെയ്യുമ്പോൾ ആൻസർ 0. അപ്പൊ 6 into 30 180 വരും. സോ ആൻസർ വിൽ ബി 180. ദാറ്റ് ഈസ് ദ ഫ്ലക്സ് 180. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. n മോൾസ് ഓഫ് നോൺ ലീനിയർ പോളി അറ്റോമിക് ഗ്യാസ്. എന്തുണ്ട്? n മോൾസ് ഓഫ് നോൺ ലീനിയർ പോളി അറ്റോമിക് ഗ്യാസ് ഉണ്ട്. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് മിക്സ്ഡ് വിത്ത് 2 മോൾസ് ഓഫ് മോണോഅറ്റോമിക് ഗ്യാസ്. അത് 2 മോൾസ് ഓഫ് മോണോഅറ്റോമിക് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്നു. ദ റിസൾട്ടന്റ് മിക്സ്ചർ ഹാസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഡയാറ്റോമിക് ഗ്യാസ്. ദെൻ ക്യാപിറ്റൽ N വിൽ. അപ്പൊ ഇവിടെ മിക്സ്ചർ ഓഫ് ആണ് ചോദിക്കുന്നത്. മിക്സ്ചറിന്റെ CV കാണാനുള്ള ഇക്വേഷൻ എന്താ? കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും കേട്ടോ. CV ആയിരിക്കും പറഞ്ഞത്. CV ഈസ് ഈക്വൽ ടു CV മിക്സ് എന്താ കാണാൻ പറഞ്ഞത്? N1 CV1 പ്ലസ് N2 CV2 ബൈ N1 പ്ലസ് N2 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ CV മിക്സ് ആർക്ക് ഈക്വൽ ആന്ന് പറഞ്ഞു? റിസൾട്ടന്റ് മിക്സ്ചർ ആർ മോളാർ സ്പെസിഫിക് ഹീറ്റ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഡയാറ്റോമിക് ഗ്യാസ്. ഡയാറ്റോമിക് ഗ്യാസിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് CV കാണാനുള്ള ഇക്വേഷൻ എന്താ? 5/2 R ആണ്. അപ്പൊ CV മിക്സ് എത്രയാണ്? 5/2 R ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം. ദിസ് വിൽ ബി ഈക്വൽ N1 എത്ര? N ഇൻറ്റു അത് എത്ര? 6 ആണ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ 6R/2 എന്ന് വരും. പ്ലസ് N2 എത്ര? 2 ഇൻറ്റു അതിന്റെ അതേതാ? മോണാറ്റോമിക് ആകുമ്പോൾ 3R/2 എന്ന് പഠിച്ചിട്ടുണ്ട്. ബൈ N+2. ഇത് സോൾവ് ചെയ്തിട്ട് എന്ത് എടുത്താൽ മതി? ആൻസർ എടുത്താൽ മതി. 6 എല്ലായിടത്തും ക്യാൻസൽ ആയി. അത് എത്ര വരും? 5/2 ഈക്വൽ ടു 3n വരും. പ്ലസ് 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ബൈ N+2 എന്ന് വരും അല്ലെ? ഇത് ക്രോസ് ചെയ്താൽ ഇങ്ങോട്ട് വരുമ്പോൾ എത്ര? 5n + 10 ഈക്വൽ ടു 6n + 6. ഇങ്ങോട്ട് കൊടുക്കുന്ന എത്രയായി? n ഈക്വൽ ടു 4.
സോ നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഈക്വൽ ടു എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നോക്കടാ. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഒറിജിൻ ഓൺ എക്സ് ആക്സിസ് വിത്ത് ടൈം പീരീഡ് 6 സെക്കൻഡ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എ. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒറിജിൻ ആണ്, എക്സ് ആക്സിസ് ഒറിജിനിലാണ് അത് നിൽക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എ ആണ്, പീരീഡ് 6 ആണ്. ഇൻ ടൈം ടേക്കൺ ദ പാർട്ടിക്കിൾ ടു റീച്ച് ഫ്രം എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു 3/2. എക്സ് ഈക്വൽ ടു എയിൽ നിന്നും എക്സ് ഈക്വൽ ടു 3√3a/2 എത്താൻ എടുക്കുന്ന ഫസ്റ്റ് ടൈമിൽ എത്താൻ എടുക്കുന്ന ടൈമാണ് ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 6 ടോ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടൈമാണ് കിട്ടേണ്ടത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്? എക്സ്ട്രീം എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഏത് എക്സ്ട്രീം എന്ന്? പോസിറ്റീവ് എക്സ്ട്രീം എന്ന്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുക? എ കോസ് ഒമേഗ ടി എന്നാണ് എടുക്കുക, അല്ലെ? പോസിറ്റീവ് എക്സ്ട്രീം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ഈക്വൽ എ കോസ് ഒമേഗ ടി ആണ്. ഇത് ഇവിടുന്ന് ഇവിടെ എത്തുമ്പോഴത്തിന് എത്രയാണ് ഇതിന്റെ വാല്യൂ ഉള്ളത്? √3a/2 ഇതല്ലേ അതിന്റെ എക്സ് വാല്യൂ. ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? എ കോസ് ഒമേഗ. ആ ടൈം ടോ എന്ന് പറഞ്ഞു. ദിസ് വിൽ ക്യാൻസൽ. അപ്പൊ എന്തായിടാ? കോസ് ഒമേഗ ടോസ് ഈക്വൽ എത്രയായി? √3/2 ആയി. കോസ് ഒമേഗ ടോസ് ഈക്വൽ ടു √3/2 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തടാ? കോസ് ഒമേഗ എന്താ? 2π/t ഇൻറ്റു ടോസ് ഈക്വൽ ടു √3/2. ഇനി എന്ത് ചെയ്യാം? കോസ് 2π ഇൻറ്റു ടി എത്രയാടാ? ടി എത്ര? ടൈം പീരീഡ് 6 ഇൻറ്റു ടോസ് ഈക്വൽ ടു √3/2. അപ്പൊ എത്ര അവിടെ? അത് ഇതൊന്ന് ചെയ്താൽ 2π/6 ഇൻറ്റു ടോസ് ഈക്വൽ ടു √3/2ന്റെ കോസ് എത്ര? കോസ് എത്ര ആവുമ്പോഴാണ് √3/2 വരിക? π/6 ആവുമ്പോഴാണ്. അപ്പൊ ദിസ് വിൽ ക്യാൻസൽ, ദിസ് വിൽ ക്യാൻസൽ. ടോസ് ഈക്വൽ എത്ര വരും? 1/2, ദാറ്റ് ഈസ് 0.5 സെക്കൻഡ്. ദാറ്റ് ഈസ് ദ ടോ. ഇനി എന്താ കാണാൻ പറഞ്ഞത്? 6 ടോ. സോ 6 ടോസ് ഈക്വൽ ടു 6 ഇൻറ്റു 0.5. ആൻസർ ഈസ് 3 സെക്കൻഡ്. ദാറ്റ് ഈസ് ദ 6 ടോ. ഓക്കെ, യെസ്. ഇതായിരുന്നു നമ്മുടെ ഏതിലെ ക്വസ്റ്റ്യൻ? സെഷൻ 2-ലെ, സോറി 29th ഈവനിങ് സെഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഫസ്റ്റത്തേതിനേക്കാളും ഒന്നുകൂടെ സിമ്പിൾ ആയിരുന്നു ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്തിരുന്നത്? വന്നിരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് കാരണം നമ്മൾ മെമ്മറി ബേസ്ഡ് ആണ്. നമ്മൾ വേറെ കുട്ടികൾ പറഞ്ഞു തന്നത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്താണ്. അപ്പൊ അതിൽ വാല്യൂസ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു സെഷനിൽ നമുക്ക് വന്നിട്ടുള്ളത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും. ചില ചാപ്റ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സാധാരണ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളൂ. ഇതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് സെഷൻ, ഈ 29th മോർണിംഗ് സെഷനേക്കാൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു 29th ഈവനിങ് സെഷനിൽ വന്നിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഫിസിക്സിൽ ഇതിൽ നമുക്ക് പറ്റും. ഓക്കേടാ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറ്. സോ ബൈ.